നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചിയെ നീലിമ വിളിക്കുന്നുണ്ട്. അപ്പൊ കാനഡയിൽ നിന്ന് നീലിമ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീലിമയുടെ കോള് കണ്ടപ്പോൾ സച്ചിക്ക് സന്തോഷമായി. കാരണം നീലിമ വന്നിട്ടുണ്ടെങ്കിൽ സച്ചിയെ മാത്രമാണ് ഓട്ടം വിളിക്കത്തുള്ളൂ. ഒടുവിൽ പിറ്റേ ദിവസം ഒരു 7:30 ആകുമ്പത്തേനും എയർപോർട്ടിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ സച്ചി എയർപോർട്ടിൽ ചെന്ന് നീലിമയെ പിക്ക് ചെയ്യുകയാണ്. പിന്നീട് എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചും പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്കാണ് സച്ചി വയ്ക്കുന്നത്. അല്ലേ എന്താ മാഡം, പെട്ടെന്ന് എന്താ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാനൊരു പ്രോപ്പർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയും കൂടെയാ വന്നേ, പക്ഷെ അത് നടന്നില്ല. അയ്യോ അതെന്താ മാഡം? അതെന്ത് ചെയ്യാനാ, 2 ഫ്രോഡുകൾ എന്നെ ഒന്ന് ചതിച്ചാന്ന് പറഞ്ഞു. ചതിച്ചോ? അതെ, അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സച്ചി. ഇപ്പോഴാണ് പിന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ റെഡിയായത്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്നാന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അത് ശരിയാകുമായിരുന്നെങ്കിൽ എനിക്ക് ഈ തവണത്തെ വരവ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ഇങ്ങനെയൊക്കെ ഉള്ള ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നവരെന്ന് പറഞ്ഞു. സച്ചിക്ക് അറിയില്ലല്ലോ ഈ പറയുന്ന നീലിമയാണ് സുധിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയെന്നും അതുപോലെ തന്നെ ആ ക്യാഷ് തിരിച്ചു കൊടുത്ത കാര്യമൊന്നും സച്ചിക്ക് അറിയണ്ടായിരുന്നില്ല. ഒടുവില് അങ്ങനെ അവര് പോരുന്ന സമയത്ത് സച്ചി വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് നീലിമയോട്. നീലിമ പറഞ്ഞു, ഇനി ഒരു 5-8 ദിവസത്തോളം ഞാനിവിടെ കാണും, അതിനുശേഷം ഞാൻ തിരികെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിന് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം സച്ചിയോട് നീലിമ പറഞ്ഞൊരു കാര്യം ചെയ്യുക, സച്ചി പോയി ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം, അപ്പത്തേനും ഞാൻ അകത്തേറി അകത്തെ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയത്ത് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, എടി സാധാരണഗതിയിൽ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്രെ വാ നടക്കാൻ പോകുന്ന പറഞ്ഞാൽ നീ വരുന്നതല്ലോ, പിന്നെ എന്തു പറ്റി ഇപ്പം നടക്കാൻ ഇറങ്ങാനായിട്ട്? ഓ അവിടുത്തെ വീട് പോലൊന്നും അല്ലല്ലോ ഇത്, നമ്മൾ വലിയ ബംഗ്ലാവില വാങ്ങിച്ചിരിക്കുന്നേ. അപ്പൊ ഇറങ്ങിയൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ നമ്മളെയൊക്കെ. ഓ പത്രാസ് കാണിക്കാൻ നീ ഇറങ്ങിയതല്ലേ, അല്ല നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലല്ലേന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഭ്രാന്തുണ്ടോ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടൊക്കെ ഇരിക്കാം, എന്തൊരു നല്ല രസം രവിയായിട്ട് ഇവിടെ കാണാനായിട്ട്. കാരണം ചന്ദ്രമതി നിലത്തൊന്നും അല്ല നിൽക്കുന്നത്, തൻ്റെ മകൻ കോടികളുടെ വീട് വാങ്ങി താനും വലിയ കോടീശ്വരിയായി എന്നൊരു ചിന്തയായിരുന്നു. തൻ്റെ മകനല്ലേ, അല്ലെങ്കിലും അവൻ അങ്ങനെയാണ്, അവൻ എവിടെ കൈവച്ചാലും അവന് വിജയം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ തള്ളി മറിച്ച് വിടുവാണ് രവീന്ദ്രനോട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മതി ചന്ദ്രേ, വന്ന പൊതുടെ നീ തുടങ്ങിയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവില് അവർ കുറച്ച് ദൂരം നടന്നു വന്നു. ആ സമയത്ത് അവിടെ ഒരു കരിക്കുവിടം ചേട്ടനുണ്ടായിരുന്നു. അപ്പം ചന്ദ്രമതി ആണെങ്കിൽ ശരിക്കും അടുത്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ ചോദിച്ചു, വേണം നിനക്ക് കരിക്ക് വേണമെന്ന് ചോദിച്ചു. ഓ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേണം കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കൂടെ ഒരെണ്ണം പറയാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു കരിക്കും വെള്ളമൊക്കെ ഓർഡർ ചെയ്യുവാണ്. അങ്ങനെ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, അല്ല ഇവിടെയൊന്നും കണ്ട് യാതൊരു പരിചയമില്ലല്ലോ, പുതിയതായിട്ട് ഇവിടെ വന്നാണോ, എവിടെ വന്നതാ, ഏത് വീട്ടിൽ വന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പൊ അയാൾ വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളാ. അപ്പൊ അയാൾക്ക് ആ വഴിയെ നടന്നു പോകുന്നവരെയൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞങ്ങൾ പുതിയ വീട് വാങ്ങി വന്നാന്ന് പറഞ്ഞു. പുതിയ വീടോ, അതെവിടെ? ഇവിടെ അടുത്താണെന്ന് ചോദിച്ചു. തൊട്ട് അടുത്ത ഒരു കുറച്ച് വീട് അപ്പറയാന്ന് പറഞ്ഞു, ഹിൽ ടോപ്പിലുള്ള അവിടുത്തെ വീട്. ഓ അത് നിങ്ങൾ വാങ്ങിയോന്ന് ചോദിച്ചു. അതെ എൻ്റെ മോനാ വാങ്ങിയെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, 3 കോടി രൂപയ്ക്കാ എൻ്റെ മോൻ വാങ്ങിയത്, അവനെ വലിയ ബിസിനസ്സുകാരനാ, സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതി അങ്ങ് തള്ളി മറിക്കുവാണ്. അയാൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ചോദിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവില് കരിക്കെ കുടിച്ചിട്ട് അവരങ്ങ് നടക്കുന്ന സമയത്ത് അയാൾ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. അയാൾ കുറെ കാലമായിട്ട് അവിടെ ഉള്ളതല്ലേ, അപ്പൊ അയാൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഈ സമയത്ത് സുധിയും ശ്രുതിയൊക്കെ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പൊ ഇനിയിപ്പം രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എത്ര രൂപ വേണം, എന്താ ഇങ്ങനെയെന്നൊക്കെ രജിസ്റ്റർ ഓഫീസിൽ ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പൊ 3 കോടി രൂപയുടെ വീടാണല്ലോ, അപ്പൊ അതിനും കൂടെ ഉള്ള ക്യാഷ് കൂടുതൽ ഉണ്ടാക്കണം. അവരുടെ കൂടെ ആനന്ദം ഉണ്ടായിരുന്നു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിനോട് വന്നപ്പോൾ ശ്രുതി ചോദിച്ചു, ശ്രുതി ഇതിപ്പം നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, എഴുതാനുള്ള പൈസ ആയി കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അതെ പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, ആദ്യം എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ സംഗതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടേന്ന് ചോദിച്ചു. ശരി എങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കാറിന് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സച്ചി അവിടെ തിരികെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് സച്ചി നീലിമേഴയും കൊണ്ട് വന്ന അവിടെ നീലിമ അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് പോയി കയറിയിട്ട് പ്രോപ്പർട്ടിക്ക് വേണ്ടുന്ന രേഖകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് അത് തൻ്റെ പേരിലേക്കൊക്കെ ആക്കുവാണ്.
അങ്ങനെ സച്ചി അവിടെ കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇവർ വരുന്നതായിട്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്താടാ ഇവിടെ എന്താന്നൊക്കെ ചോദിച്ചു. ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ എന്താടാ ഇവിടെ? ഞാനൊരു ഓട്ടം വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അതെ പ്രോപ്പർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വന്ന. പ്രോപ്പർട്ടിയുടെ കാര്യമോ? അതെ, അത് എഴുതുന്നതിന് എത്ര രൂപ വേണമെന്നൊക്കെ. ഓ അങ്ങനെ അതിനു വേണ്ടി വന്നാണല്ലേ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് സച്ചിയും കൂടെ കയറി വരാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇവനെന്തിനാ വരുന്നേ? ഇവൻ അവിടെ വന്നിട്ട് വേണം. ഇവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിട്ട് എവിടെ പാര പണിയാൻ നോക്കോ അവിടെ എല്ലാം പാര പണിയുന്നതെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാൻ എങ്ങും വരുന്നില്ല, അതിന്റെ ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞു. സച്ചിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സച്ചി പോവാനും പോകുന്നില്ല. ശ്രുതിയുടെ ഒക്കെ സ്വഭാവം സച്ചിക്ക് നന്നായിട്ട് അറിയായിരുന്നല്ലോ. ഉടനെ വലിയ ചാട കാണിച്ച് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം നീലിമ അകത്തെ ഒരു സെക്ഷൻ ഓഫീസറുടെ മുന്നിലായിരുന്നു. ശ്രുതി ഒന്നും കണ്ടില്ല നീലിമ അകത്തിരിക്കുന്നേ. പിന്നീട് ശ്രുതി ആ പ്രോപ്പർട്ടി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ കുറിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സാറുണ്ട്. അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം. പിന്നെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപയോ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയം നീലിമ എന്ത് ചെയ്തു, അകത്ത് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുന്ന സമയത്താണ് നീലിമ ആ കാഴ്ച കാണുന്നത്. ഇവിടെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഓർത്തു. ശ്രുതിയെ കണ്ടത് ആദ്യം കണ്ടത്. പെട്ടെന്നാണ് ശ്രുതി അടുത്ത് നിൽക്കുന്നുണ്ടേ. നീലിമയുടെ മനസ്സിലൊരു വലിയൊരു സ്ഫോടനം ഉണ്ടായി. നീലിമ പെട്ടെന്ന് ആലോചിച്ച്, തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട് ഇവനും ഇവളും കൂടെ വന്നാണ്. എന്തൊക്കെയായിരുന്നു? 53 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ആദ്യം വാങ്ങി, പിന്നെ 3 ലക്ഷം രൂപയും കൂടെ വേണം, പലിശയായിട്ട് വേണമെന്ന് പറഞ്ഞ് ഇവളും കൂടെ ചേർന്നിട്ടാ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പൊ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ കേട്ടു. ഇങ്ങനെ വീടിനെ കുറിച്ചൊക്കെ മനസ്സിലായി നീലിമയ്ക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല. നീലിമയ്ക്ക് നല്ല ദേഷ്യമായി. നീലിമ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, കാർ എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന്, അയ്യോ എന്ത് പറ്റി മാഡം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? അതൊക്കെ ശരിയായി, പിന്നെന്താ മാഡം എന്ന് ചോദിച്ചു. ഒന്നുമില്ല. സച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. നീലിമയുടെ മുഖം വല്ലാതെയായിരിക്കണേ. മുമ്പ് പോയ ആളല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ആ സമയത്ത് ശ്രുതിയൊക്കെ പ്രോപ്പർട്ടി എഴുതിക്കാൻ എത്ര രൂപ വേണം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവർ തിരികെ വീട്ടിലേക്കും പോരുന്നുണ്ട്. കാറിലിരിക്കുന്ന സമയത്ത് മുഴുവനും നീലിമയുടെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി വെച്ചു, എന്താ മാഡം, മാഡത്തിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അത് പിന്നെ സച്ചി, ഞാൻ ആരെ കണ്ടെന്ന് കരുതിയോ അയാൾ ഇന്ന് കണ്ടെന്ന് പറഞ്ഞു. ആരെ? ഞാൻ പറഞ്ഞില്ലേ 2 ഫ്രോഡുകൾ എന്നെ ചതിച്ചിട്ട് പോയെന്ന്. അവരെ ഞാൻ ഇന്ന് കണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? എവിടെ വെച്ച്? രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. എങ്കിൽ പിന്നെ എന്നോട് ഒരു വാക്ക് പറയാൻ മേലായിരുന്നു മാഡം. ഞാൻ അവരെ കൈയോടെ പിടികൂടി കൈകാര്യം ചെയ്യില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല, സാരമില്ല, പോട്ടെ എന്നൊക്കെ അങ്ങനെ പറയണം. അങ്ങനെ ഒടുവിൽ നീലിമ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. അപ്പം നീലിമ സച്ചി കയറിയിട്ട് പോകാൻ പറഞ്ഞു. വേണ്ട മാഡം, ഞാൻ പോയിക്കോളാം. അങ്ങനെ ക്യാഷ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നീലിമ കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു. സച്ചി പറഞ്ഞു, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മതി എന്ന് പറഞ്ഞു. എന്താ സച്ചി ഇത്? അത് മതി മാഡം, മാഡത്തിന് അറിയാലോ ഞാൻ കൂടുതൽ വാങ്ങാറില്ലെന്ന്. നീലിമ പറഞ്ഞു, സച്ചി ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ? അതെ, സച്ചിക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എനിക്കോ? ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് സച്ചി കണ്ണേ വെക്കുകയാണ്. അപ്പോഴേക്കും നീലിമ ഒരെണ്ണോട് കൊടുത്തു. ഇതാർക്കാ? സച്ചിയുടെ ഭാര്യയ്ക്ക്. അവള് കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കത്തില്ല മാഡം, അവള് പൂവൊക്കെ വിളിക്കാൻ പോകുന്നതാന്ന് പറഞ്ഞു. അതൊന്നും സാരില്ല, പൂവൊക്കെ വിൽക്കാൻ പോകുന്ന സമയത്തെ ഈ കണ്ണട വെച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ കണ്ണകത്ത് പൊടിയൊന്നും അധികം കയറത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് ഇരിക്കട്ടെ, എൻ്റെ വലിയൊരു ഗിഫ്റ്റ് കാനഡയിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒന്നും തന്നില്ലെന്ന് വേണ്ട, ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ സച്ചി അതൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞു, അതെ ഇനി എപ്പോഴാന്ന് പറഞ്ഞാൽ മാഡം വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ശരി ഞാൻ വിളിച്ചേക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചി സന്തോഷത്തോടു കൂടി പോരുവേണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, അധികം വൈകാതെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. ശ്രുതിയുടെയൊക്കെ അവരെന്താ ഏതാ എങ്ങനെയെന്നൊക്കെ ചന്ദ്രമതിക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പം ഇന്ന് രാവിലെ ബാലൻ്റെയും ഗോവിന്ദൻ്റെയും വിശേഷങ്ങളും കിരണിൻ്റെയും കല്യാണിൻ്റെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.